ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. How many of you lift up your hands and praise the Lord? ഈ ഒരാഴ്ച മുഴുവൻ ഈ വചനം നിങ്ങളെ തിന്നുകൊണ്ടിരിക്കണം. You have to eat up these words throughout this week. കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. Lift up your hands and pray. കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. Please lift up your hands. നാമത്തിൽ Jesus. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. Together we pray. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയുന്നു. Together we thank God. ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Together we thank God. നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. We bless your people. നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. We bless your people. നിന്റെ മക്കളുടെ മേൽ ദൈവത്തിന്റെ കൃപകൾ അഭിഷേകങ്ങൾ വ്യാപരിക്കുമാറാകട്ടെ. Let the graces of God, the anointings of God be working in them, Lord. കർത്താവിന്റെ ചലനങ്ങൾ ഉണ്ടാകട്ടെ. Let there be workings of God. കർത്താവിന്റെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. Let there be God's dealing with each and കർത്താവിന്റെ everyone. സാന്നിധ്യങ്ങൾ ഉണ്ടാകട്ടെ. Let there be God's presence in us. കർത്താവിന്റെ ചലനങ്ങൾ ഉണ്ടാകട്ടെ. Let there be God moving in your lives. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും Everybody pray. Everybody pray. കർത്താവ് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും കണ്ണുകൾ അടച്ച് Everybody pray. വായ്കളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. Open your mouth and pray. ശാന്തരബ ലബാസി അന്തരബ ഓറബ കറ്റരബ വായ്കളെ തുറന്ന് പറ. കർത്താവേ കർത്താവേ നീ ചലിക്കണമേ ചലിക്കണമേ. Lord, open your mouth and say, Lord, move in my life. Everybody pray. Everybody pray. Come on, come on. കർത്താവേ എൻ്റെ ജീവിതത്തെ തൊടണമേ. ഒരു പുതിയ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ശ്രദ്ധിക്കയുടെ കണ്ണുകളെല്ലാം കടയട്ടെ. കർത്താവ് ചെയ്യുന്നു. കർത്താവ് ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ ഞാൻ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുന്നു പറഞ്ഞാട്ടെ. പ്രാർത്ഥനകളിൽ ഇന്നലകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ കുറഞ്ഞു പോയവർ പറഞ്ഞാട്ടെ. കർത്താവേ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. എൻ്റെ കഴിവുകളെ ആശ്രയിച്ചല്ലേ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞാട്ടെ. ഞാൻ പഠിക്കുന്ന എൻ്റെ കഴിവുകളെ ആശ്രയിച്ചല്ല, പരിശുദ്ധാത്മാവെ അങ്ങയുമായുള്ള ബന്ധത്തിൽ ആശ്രയിച്ച് അങ്ങയിൽ ആശ്രയിച്ച് ഞാൻ ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യും. എനിക്ക് അങ്ങേ വേണം പറഞ്ഞ എല്ലാവരും പ്രാർത്ഥിച്ചു. ശഖല പറയാൻ തോലറോബോ. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. प्रभु हमारे बीच में काफी लोगों को छू रहा है. കർത്താവ് ചില ആളുകളെ ഇതിന്റെ നടുവിൽ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ओ हालेलुया. प्रभु कुछ लोगों को छू रहा है. കർത്താവ് ചിലരെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ताकि मैं जब से घर से निकला है मेरे भी मन में यही था, प्रार्थना करने वाला कभी पराजित नहीं हो सकता. ഞാൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇത് തന്നെയായിരുന്നു, പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടത്തില്ല. प्रार्थना करने वाला कभी पराजित नहीं हो सकता. പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടാൻ കഴിയുകയില്ല. प्रार्थना करने वाले एक व्यक्ति को कभी पराजित नहीं है. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ അവൻ പരാജിതനല്ല. क्या आप प्रार्थना करने वाले एक व्यक्ति है? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ आपको कभी पराजित नहीं हो सकता. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. आपको कभी पराजित नहीं हो सकता. നിങ്ങൾ പരാജയപ്പെടുകയില്ല ഒരിക്കലും. मेरे प्रियो में एक प्रचार नहीं, एक शब्द देना चाहता हूं. ഞാനൊരു പ്രസംഗമല്ല, പകരം ഒരു ദൈവശബ്ദം ഞാൻ പങ്കുവെക്കുന്നു. दानियेल राजाओं में से एक राजा था. ദാവീദ് രാജാക്കന്മാരിൽ ഒരു രാജാവായിരുന്നു. दानियेल राजाओं में से एक राजा था. ആ ദാനിയേൽ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു രാജാവ് തന്നെയായിരുന്നു. उनसे कहा तुम प्रार्थना नहीं करना है. അവനോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കരുത്. हालेलुया हालेलुया. अब सोच के देखो, अथॉरिटी उनके हाथ में था. നിങ്ങളൊന്ന് ചിന്തിച്ച്, അവന്റെ കൈകളിൽ അധികാരമുണ്ട്. वो भी एक राजा था. അവനും ഒരു ഭരണകർത്താവാണ്. उस स्थान में हम अगर खड़ा है तो അവന്റെ സ്ഥാനത്ത് നമ്മളാകുന്നു എങ്കിൽ हम बोलते थे राजा राजा രാജാവേ मैं एक राजा हूं. ഞാനും ഒരു ഭരണാധിപനല്ലേ. ये रूल बदलना है. ഈ നിയമം മാറ്റണം.
क्या मैं भी एक राजा है, मुझे प्रार्थना करना है? ഞാനും ഒരു ഭരണാധിപനാണ്, എനിക്ക് പ്രാർത്ഥിക്കണം. बदल सकता था, അവന് വേണമെങ്കിൽ അത് പറഞ്ഞങ്ങനെ മാറ്റാൻ ശ്രമിക്കാമായിരുന്നു. वो नियम को बदल सकता था, ആ നിയമത്തെ മാറ്റാൻ ശ്രമിക്കാമായിരുന്നു. पर उन्होंने कभी बदला नहीं. പക്ഷേ അവൻ അത് ചെയ്തില്ല. उन्होंने बदला नहीं. അവൻ അത് ചെയ്തില്ല. वो अपना घर पे गया, അവൻ അവന്റെ വീട്ടിൽ പോയി, वो कोठरी खोल दिया. അവന്റെ മുറി തുറന്നു. आमेन. आमेन. वो खिड़की खोल दिया. അവൻ അവന്റെ മുറി തുറന്നു, വാതിൽ തുറന്നു. वो प्रार्थना में अपना घुटने में बैठ गया. അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവന്റെ മുഴങ്കാലിൽ ഇരുന്നു. हालेलुया. ഹല്ലേലൂയ. कितना लोग तैयार है प्रार्थना करने के लिए? എത്ര പേർ ഇന്ന് തയ്യാറാകും പ്രാർത്ഥിക്കാൻ? मेरे मन में हमेशा एक शब्द आता है, हम जब भी प्रार्थना करें, ഇങ്ങനൊരു ദൈവവചനം എൻ്റെ അകത്ത് വരുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ कभी भी जबरदस्ती से प्रार्थना नहीं करना. നമ്മൾ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കണ്ട. प्रिय अभिषक्त दास ने बोला, हम प्यार के साथ प्रार्थना करना है. കർത്താവിന്റെ അഭിഷക്തൻ പറഞ്ഞല്ലോ, അവൻ സ്നേഹത്തിൽ നിന്ന് ആ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം ജനിക്കണം. इसलिए नया नियम कहते हैं, अमन प्रभु के साथ जो भी लिपता है वो एक आत्मा हो जाता है. അതുകൊണ്ട് വചനം പറയുന്നു, കർത്താവിനോട് ചേർന്നവൻ അവനോട് ഏകാത്മാവാകുന്നു. आमेन. ആമേൻ. आज कितना लोग तैयार है? എത്ര പേര് തയ്യാറാകും? प्रार्थना करने वालों को पराजित नहीं है. പ്രാർത്ഥിക്കുന്നവൻ പരാജിതനല്ല. परिस्थिति बिगड़ने दो, ഓ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, खून की रिश्ता छोड़ के जाने दो. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ബന്ധങ്ങൾ നമ്മളെ വിട്ടിട്ട് പോകട്ടെ. बपतिस्मा दिया हुआ व्यक्ति शायद फोन भी नहीं करेगा, ഓ സ്നാനപ്പെടുത്തിയവർ ഒരു പക്ഷേ ഫോൺ പോലും എടുക്കത്തില്ലായിരിക്കാം. स्वर्ग का पिता പക്ഷെ സ്വർഗത്തിലെ അപ്പൻ हमारा बात सुनने का इंतजार में, നമ്മുടെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുകയാണ്. हमारा आवाज सुनने के लिए तड़प रहा है. നിന്റെ ശബ്ദം കേൾക്കാൻ അവന്റെ ഹൃദയം ഇടിക്കുകയാണ്. ओ कितना लोग तैयार है प्रार्थना करने के लिए? എത്ര പേർ തയ്യാറാകും പ്രാർത്ഥിക്കുവാൻ? प्रार्थना करके थकना नहीं. പ്രാർത്ഥിച്ച് തളരരുത്. आस पड़ोस के चेहरा देखे बोलो, प्रार्थना करके थकना नहीं. അടുത്തുള്ളവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ് പ്രാർത്ഥിച്ച് തളരരുതെന്ന്. खुशी के साथ बोलिए, प्रार्थना करके थकना नहीं. സന്തോഷത്തോടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് തളരരുത്. आपका जीव में जीवन और मृत्यु दे रखा है. നിങ്ങളുടെ നാവിന്റെ തുമ്പിൽ അധികാരമുണ്ട്, ജീവനും മരണവുമുണ്ട്. आप सुबह उठकर मृत्यु के बात बोला है तो मृत्यु ही हो सकता है. നാവെടുത്ത് മരണം പറഞ്ഞാൽ മരണമേ നടക്കൂ. अगर आप जीवन बोलने के लिए तैयार है तो, എന്നാൽ ജീവൻ പറയുവാൻ തയ്യാറായ, पिछले पीढ़ी जो कर नहीं पाया, കഴിഞ്ഞ തലമുറയ്ക്ക് പ്രാപിക്കാൻ കഴിയാത്തത് जो आप भी कर करके थक गया, നിങ്ങളത് ചെയ്യും, നിങ്ങളത് പൂർത്തീകരിക്കൂ. वो प्रभु आपके लिए पूरा कर सकता है. അത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യൂ. प्रार्थना करने वाला पराजित नहीं हो सकता. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടാൻ സാധ്യതയില്ല. दानियल जाते वक्त काफी लोगों बोला, देखो 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 वो जा रहे, वो कुआं में गिरने के लिए जा रहे. ഓ ദാനിയേൽ പോകുമ്പോൾ അവൻ പോകുന്ന കണ്ടിട്ട് ആളുകൾ ചോദിച്ചു, ഇതെങ്ങാണ്ട് കുഴിയിൽ വീഴാനാണോ ഇവൻ പോകുന്നത്? वो कुआं में गिरने के लिए जा रहे. അവൻ ഏതാണ്ട് കിണറ്റി വീണ് ചാവാൻ പോകുകയാണ്. आप आज सुबह घर से निकलते वक्त भी पड़ोसी यही बोला होगा. നിങ്ങൾ ഒരു പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നിങ്ങളുടെ അയൽവക്കക്കാരോ കണ്ടവരോ ഇതൊക്കെ പറഞ്ഞു കാണാം. देखो 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 वो कुआं में गिरने जा रहा है. നോക്കിക്കേ ഇവൻ കിണറ്റിലെങ്ങാണ്ട് വീഴാൻ പോവാണ്. उसको पता नहीं है ये कुएं के अंदर भी मेरा पिता, അവർക്കറിയില്ല ഈ കിണറ്റിന്റെ അകത്തും ഇറങ്ങുന്ന ഒരു പിതാവ് എനിക്കുണ്ട്. हालेलुया. ഹല്ലേലൂയ. कुएं के अंदर भी मेरा पिता मेरे साथ है. കിണറ്റിന്റെ ഉള്ളിലും കുഴിയുടെ അകത്തും എന്റെ പിതാവ് എന്റെ കൂടെയുണ്ട്. इसलिए थोड़ी देर की कुआं देके प्रार्थना बंद नहीं करना. അതുകൊണ്ട് അല്പനേരത്തെ പൊട്ടക്കിണറിന്റെ അനുഭവം കണ്ടിട്ട് പ്രാർത്ഥന നിർത്തരുത്. यूसुफ भी कुएं के अंदर गिर गया. യോസഫും ആ പൊട്ടക്കിണറ്റിൽ വീണു. उनको पता नहीं था प्रभु का मर्जी क्या था. അവൻ അറിയില്ലായിരുന്നു ദൈവത്തിന്റെ ഹിതം എന്താണെന്ന്. खून की रिश्ता उनको बेच दिया.
അവൻ അതിൽ നിന്ന് പുറത്തു വരുവാനുള്ള വഴി കർത്താവ് കൊടുത്തു. पोतीफर का घर पे पहुंच गया, फिर भी उसका हाथ में केवल सपना था. പോത്തിഫറിന്റെ ഭവനത്തിൽ വന്നതിന് ശേഷവും അവന്റെ കയ്യിൽ ആകെയുള്ളത് കുറച്ച് സ്വപ്നങ്ങൾ മാത്രമാണ്. क्या आप तैयार है प्रार्थना करने के लिए? നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? कुआं देखे प्रार्थना बंद नहीं करना. പൊട്ടക്കിണർ കണ്ടിട്ട് പ്രാർത്ഥന നിർത്തരുത്. वो परिस्थिति देखे प्रार्थना बंद नहीं करना. ചുറ്റുപാട് കണ്ടിട്ട് പ്രാർത്ഥന നിർത്തരുത്. अभिषेक दास के एक शब्द मुझे बहुत पसंद आया. കർത്താവിന്റെ അഭിഷക്തൻ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. आपको पसंद नहीं है तो कलीसिया में मत आओ. സ്വാമി ഇഷ്ടമല്ല ഇങ്ങോട്ട് വരണ്ട. मत आओ. വരണ്ടെന്നേ. ये नहीं है तो भी हम जिएंगे. ഇത് ഇല്ലെങ്കിലും ഞങ്ങൾ ജീവിക്കും. ये नहीं है तो भी हम जिएंगे. ഇത് ഇല്ലെങ്കിലും ജീവിക്കും. ताकि एक कारण में हमेशा मुझे बोल के मैं खुद एनकरेज होता है. ഞാൻ എന്നെ തന്നെ പലപ്പോഴും പറഞ്ഞു ബലപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. मैं पहले बार नर्सरी क्लास में पढ़ने के लिए गया था. ഞാൻ നഴ്സറിയിൽ പഠിക്കാൻ പോയപ്പോൾ मुझे वाटर बोतल और खाना का टिफिन मैं बोल के मेरा पापा मुझे नहीं दिया. എന്റെ പപ്പ എനിക്ക് അവിടെ കുടിക്കാനുള്ള വാട്ടർ ബോട്ടിലും ആ ടിഫിനും ഒന്നും ഞാൻ പറഞ്ഞിട്ടല്ല എന്റെ അപ്പൻ എനിക്ക് വാങ്ങിച്ചു തന്നത്. ये धरती का रिश्ता मेरे लिए इतना कर सकता है तो ഈ ഭൂമിയിലെ ഒരു ബന്ധം എനിക്ക് ഇത്രയും ചെയ്യാൻ കഴിയുമെങ്കിൽ स्वर्ग का पिता, സ്വർഗ്ഗത്തിലെ അപ്പൻ, स्वर्ग का पिता, സ്വർഗ്ഗത്തിലെ അപ്പൻ, स्वर्ग का पिता സ്വർഗ്ഗത്തിലെ അപ്പൻ हमारे लिए क्या क्या कर नहीं सकता. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയാത്തത്? बोलिए. പറഞ്ഞേ. प्रार्थना करने वाला पराजित नहीं हो सकता. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. केवल यही था. बाकी प्रिय प्रभु के दास ने पूरा कर दिया. ആമേൻ. ഇത്രേ ഉള്ളൂ. കർത്താവിന്റെ അഭിഷേകൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എല്ലാം. हालेलुया, ഹല്ലേലൂയ. हालेलुया. हमें आस पड़ोस का चेहरा देख के बोलो, प्रार्थना करके थकना नहीं. അടുത്തുള്ളവരെ ഒരിക്കൽ കൂടെ നോക്കി പറഞ്ഞ് പ്രാർത്ഥിച്ച് മടുക്കരുതെന്ന്. प्रार्थना करके थकना नहीं. പ്രാർത്ഥിച്ച് മടുക്കരുത്. प्रार्थना करके थकना नहीं. പ്രാർത്ഥിച്ച് മടുക്കരുത്. हालेलुया. ഹല്ലേലൂയ. कितना लोग तैयार है प्रभु को आराधना करने? കർത്താവിനെ ആരാധിക്കാൻ എത്ര പേര് തയ്യാറാണ്? हालेलुया. ഹല്ലേലൂയ. सभी अपना आंखों बंद करें. हम प्रभु को उपस्थिति में कुछ समय मिलकर हम धन्यवाद करेंगे. കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുകളെ അടച്ച ദൈവ സാന്നിധ്യത്തിൽ അല്പസമയം കൂടെ കർത്താവിനെ സ്തുതിക്കാനൊന്ന് തയ്യാറായോട്ടെ. നന്ദി പറഞ്ഞാട്ടെ. प्रार्थना करके थकना नहीं. പ്രാർത്ഥിച്ച് തളരരുത്. प्रार्थना करने वालों को कभी पराजित नहीं. പ്രാർത്ഥിക്കുന്നവൻ പരാജയമല്ല. वो पराजित नहीं हो सकता. അവന് പരാജിതനാകാൻ കഴിയില്ല. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവൻ ഹൃദയത്തിൽ നിന്നും സ്നേഹിക്കുന്നേ യേശുവേ. मोहब्बत है यीशु से. हालेलुया, 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 हालेलुया.
നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അപ്പാ നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയെ ഈടും സ്നേഹത്തെക്കാൾ ലോകം നൽകിയിടും സ്നേഹം അമ്മയേകിടും അമ്മയേകിടും ലോകം നൽകിയിടും स्वर्गीय पिता പിതാവേ आप हमसे बात किया, धन्यवाद। ഞങ്ങളോട് അങ്ങ് സംസാരിച്ചതിനായിട്ട് നന്ദി. प्रार्थना करने वाला कभी पराजित नहीं हो सकता। പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടാൻ കഴിയുകയില്ല. प्रार्थना करने वाले एक व्यक्ति को दुनिया जल्दी पहचान भी नहीं हो सकता। പ്രാർത്ഥിക്കുന്നവനെ ഒരു പക്ഷം ലോകം തിരിച്ചറിയില്ലായിരിക്കാം. कारण दुनिया वरदानों का पीछे है। ലോകം വരദാനങ്ങളുടെ പുറകെയാണ്. सही है, वरदान अच्छी बात है। അതെ, ഇതെല്ലാം ആവശ്യമാണ്. वो सेवकाई के लिए ठीक है, ശുശ്രൂഷയ്ക്ക് അത് ആവശ്യമാണ്. और वो सेवकाई बाहर आना है तो എന്നാൽ ആ ശുശ്രൂഷ പുറത്തു വരണമെങ്കിൽ हमें प्रार्थना का जरूरत है। പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. जैसे हम एक नदी में डुबकी मार के उठते हैं, ഞാൻ ഒരു നദിക്കകത്തേക്ക് ഞാൻ മുങ്ങി എഴുന്നേൽക്കുമ്പോൾ वैसे हम दिन प्रतिदिन प्रार्थना के अंदर से डुबकी मारे हुए चलना है। ആമേൻ. ഒരു നദിക്കകത്ത് മുങ്ങി നീന്തി ആറാടുന്നത് പോലെ പ്രാർത്ഥനയ്ക്കകത്ത് നാം മുങ്ങി നിൽക്കണം. कितना लोग तैयार है? എത്ര പേര് അതിന് തയ്യാറാകും? परिस्थिति बिगड़ जाए, നമ്മുടെ ചുറ്റുപാടുകൾ അവസ്ഥകൾ എന്തുമാകട്ടെ, मेरे साथ कोई दे ना दे, എന്റെ കൂടെ ആരെങ്കിലും നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യട്ടെ, मेरा प्रार्थना कभी बंद नहीं होना। എന്റെ പ്രാർത്ഥന ഒരിക്കലും നിൽക്കുകയില്ല. प्रार्थना कभी बंद नहीं होना। പ്രാർത്ഥന ഒരിക്കലും നിന്നുപോകയില്ല. अब एक बार सोच के देखो, നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം ഒന്ന് ചിന്തിച്ചു നോക്കാം. दानिയേल के हाथ में अधिकार था। ദാനിയേലിന്റെ കൈകളിൽ അധികാരമുണ്ടായിരുന്നു. अधिकार होने के नाते भी उन्होंने वो नियम बदला नहीं है। അധികാരം കയ്യിലുണ്ടായിട്ടും അവൻ നിയമങ്ങളെ മാറ്റുവാൻ ശ്രമിച്ചില്ല. वो नियम के अंदर भी वो अपना घुटने ठीकने के लिए तैयार हो गया। നിയമങ്ങൾ ആ ദേശത്ത് ഉള്ളപ്പോൾ തന്നെ അവൻ മുഴങ്കാലുകൾ ദൈവസന്നിധിയിൽ മടക്കുവാൻ തയ്യാറായി. आज का संदेश कलीसिया में अभिषक्त दास के जरिए बताया, ഇന്ന് ദൈവദാസനിലൂടെ ഈ സഭയിൽ മുഴങ്ങിക്കേട്ട ദൈവശബ്ദം आपका घुटने टेकने से काफी बात खुल जाएगा। നിങ്ങളുടെ മുഴങ്കാലുകൾ നിങ്ങൾ മടക്കുമ്പോൾ തന്നെ ആമേൻ വാതിലുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നായിരുന്നു. इतना सामर्थ हमारा घुटने में है, ഇത്രത്തോളം ശക്തി ആ മുഴങ്കാലിനകത്തുണ്ട്. इसलिए प्रार्थना करने वाला कभी पराजित नहीं हो सकता। അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടാൻ സാധിക്കുകയില്ല. हालेलुया, Hallelujah. हालेलुया, Hallelujah. हालेलुया। Thank you, Jesus. कुछ समय मिलकर प्रार्थना करें, കുറച്ചു നേരം പ്രാർത്ഥിക്കാം. अन्य भाषा में प्रार्थना करें। അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. शालेरिया हथनेरिया धना रेटेरिया बोरो खुशिया तलबरा रेटेरिया धनरगना रेकेशिया चलेरेबेन थेरिया। एक गेट के बाहर आपको तोड़ने के लिए शैतान चाल तैयार कर रहा है। ആമേൻ. ഈ ഗേറ്റിന് പുറത്ത് നിങ്ങളെ തകർക്കുവാൻ പിശാച് പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടാകാം. आपका प्रार्थना मजबूत है तो उसको आपको छू नहीं सकता। എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന ശക്തി പ്രാപിക്കുന്നുണ്ടോ അവന് നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. इसलिए प्रभु की आत्मा कह रहे प्रार्थना करने के लिए। അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് വീണ്ടും പറയുന്നു, പ്രാർത്ഥനയിൽ തുടരുക. हमें बहुत बड़ा भीड़ में प्रार्थना करना बहुत पसंद है।
പല ആളുകൾ ഉള്ളപ്പോൾ അവരുടെ മുൻപിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. अभिषिक्त लोग जब इकट्ठा होते वक्त प्रार्थना करना बहुत पसंद है. അഭിഷക്തന്മാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നത് നാം ഇഷ്ടപ്പെടുന്നുണ്ടാകാം. बट प्रभु का उपस्थिति में प्रभु के लिए हम कभी भी नहीं बैठा. എന്നാൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ കർത്താവിനായി മാത്രം സമയം വേർതിരിച്ച് നാം ഇരിക്കാം. आज हम बैठना है. ഇന്നു മുതൽ നമുക്ക് അങ്ങനെ ഇരിക്കാം. आज हम बैठना है. ഇന്ന് നാം ഇരിക്കാം. प्रिय अभिषिक्त दास एक हफ्ते के लिए बोला तो मैं बोलूंगा आपका आखिरी सांस तक ये वचन आप पकड़ना है. കർത്താവിന്റെ ദാസൻ പറഞ്ഞു ഈ ആഴ്ച മുഴുവനും ആ വചനം പിടിച്ചുകൊള്ളണമെന്ന്. ഞാൻ പറയുന്നു ജീവന്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഈ വചനം നിങ്ങൾ പിടിച്ചുകൊള്ളണം. ताकि प्रार्थना करने वाला पराजित नहीं हो सकता. കാരണം പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല. मैं कहने के लिए कारण है मेरे प्रियो. ഞാനത് പറയാനൊരു കാരണമുണ്ട് പ്രിയരെ. केवल प्रार्थना है आज यहाँ तक आया. പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. आपका सामने पास्टर एबी है, एबनेसर है, इन्होंने जानते हैं मुझे. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബനേസറിന് എന്നെ അറിയാം. जब इन लोग अभिषेक की आग में खड़े हो रहे थे, ഇവരൊക്കെയും അഭിഷേകത്തിന്റെ അഗ്നിയിൽ അവൾ നിൽക്കുമ്പോൾ मैं दूर में खड़े होकर देखते थे. ഞാൻ ഇങ്ങനെ ദൂരെ നിന്ന് ഇതിലേക്ക് നോക്കുമായിരുന്നു. मुझे कोई ज्ञान नहीं है, എനിക്കിതിനെ കുറിച്ച് ഒരു അറിവുമില്ല. मुझे कोई भाषा नहीं मालूम है. എനിക്കൊരു ഭാഷയും അറിയത്തില്ല. बट प्रार्थना करने के कारण, പക്ഷെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, घमंड नहीं है, मैं खोल के बोलूंगा आज बाइबल स्कूल में सिखा रहा है. ഹല്ലേലൂയ. ഞാൻ ആമേൻ എന്നെ തന്നെ ഉയർത്താൻ വേണ്ടി പറയില്ല, പക്ഷെ പറയുന്നു ഇന്ന് ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. 250 विश्वासी लोग वो कलीसिया के असिस्ट पास्टर है. मैं 210 വരുന്ന ആളുകളുള്ള ചർച്ചിൽ ഞാൻ അസിസ്റ്റ് ചെയ്യുന്നു. घमंड नहीं हूँ, ഞാൻ അഹങ്കാരമായിട്ട് പറയുകയല്ല. अभी भी घमंड नहीं हूँ. എനിക്ക് ഇപ്പോഴും അഹങ്കാരമില്ല. हालेलुया. ഹല്ലേലൂയ. ताकि बाइबल में एक वचन लिखा है, परमेश्वर का बलवंत हाथ के नीचे जो भी दीन होकर बैठेगा उसको प्रभु उचित समय पर खड़ा करेगा. കർത്താവിന്റെ വചനം പറയുന്നു ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ തന്നെ തന്നെ താഴ്ത്തിയിരിക്കുന്നവനെ തക്ക സമയത്ത് ദൈവം ഉയർത്തും. ये उचित समय में हम गड़बड़ी कर देते हैं. നമുക്ക് പറ്റുന്ന കുഴപ്പം ഈ കറക്റ്റ് സമയമാകുമ്പോഴാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. हम काफी बार लासर का बहन बन जाता है. നമ്മൾ പലപ്പോഴും ലാസറിന്റെ സഹോദരി ആകാറുണ്ട്. खुदा तू अभी होता तो वो नहीं मरता. ആ കർത്താവേ നീ ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കത്തില്ലായിരുന്നു. हम बन जाते हैं ऐसे. നമ്മൾ അങ്ങനെയൊക്കെ ആകാറുണ്ട് ചിലപ്പോൾ. खुदा तू होता तो वो नहीं मरता. ആ കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കയില്ലായിരുന്നല്ലോ. अंदर रखने दे, അവൻ അകത്തിരിക്കട്ടെ. थोड़ा बहुत बदबू आने दे, കുറെ കൂടെ നാറ്റം വമിച്ചോട്ടെ. थोड़ा बहुत घमंड खत्म होने दे, കുറച്ചും കൂടെ അഹങ്കാരങ്ങളുടെ മുനകൾ ഒടിയട്ടെന്ന്. थोड़ा बहुत घमंड खत्म होने दे, കുറച്ചും കൂടെ അഹന്തതകളുടെ കുറയട്ടെന്ന്. तब मैं बाहर आऊंगा. അന്നേരം ഞാൻ വരും. वो है प्रभु का उचित समय. അതാണ് കർത്താവിന്റെ ശരിയായ സമയം. मुझे पता नहीं है कुछ लोगों को ये वचन देने के लिए प्रभु की आत्मा मुझे अगुवाई दे रहा है. ഇതിനകത്ത് ചിലർക്ക് ഈ വചനം പറയാൻ കർത്താവിനോട് പറയുകയാണ്. लासर का बहन बन जाते हैं काफी समय. ചില സമയങ്ങളിൽ ലാസറിന്റെ സഹോദരിയാകാറുണ്ട് നാം. मैं कहना चाहूंगा वो नहीं बनना. ഞാൻ പറയുന്നു അങ്ങനെ ആകരുത്. प्रभु का समय, കർത്താവിന്റെ സമയം वो बलवंत हाथ के नीचे അവന്റെ ശക്തിയുള്ള കരങ്ങളുടെ താഴെ नम्र होकर, താഴ്മയോടെ दीन होकर, താഴ്മയോടെ मैं कुछ नहीं है समझकर, ഞാൻ ഒന്നുമില്ലല്ലോ എന്ന് അറിഞ്ഞ് वो बलवंत हाथ के नीचे ആ ശക്തിയുള്ള കരത്തിന്റെ കീഴെ बैठ जा. ഇരിക്കുക. बैठो, ഇരിക്കൂ. बैठो. ഇരിക്കുക. हो सकता तो अपना दाहिने हाथ छाती पर रख बोले बैठो. നിങ്ങളുടെ കരം വലതു കരം നിങ്ങളുടെ മാറോട് ചേർത്ത് വെച്ച് പറഞ്ഞേ ഇരിക്കുന്നേ. अच्छा अच्छा, काफी लोग अभी भी क्या कर रहे हैं? थोड़े ही हुआ, हमें थोड़े ही हुआ. അവൻ ഇപ്പോഴും ചിലർ ഇങ്ങനെ തുഴഞ്ഞോണ്ടിരിക്കുകയാണ്. Devil cannot will goal. उन लोगों गोल में पहुंच नहीं पा रहा है. അവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നില്ല. सामर्थ्य का वचन मिल गया, ശക്തിയുടെ വചനം കിട്ടുന്നുണ്ട്. अंधे के वस्तुओं का प्रमाण विश्वास अंदर है. നാം കാണാത്ത കാര്യങ്ങളുടെ വിശ്വാസം അകത്തുണ്ട്. फिर भी हम इस्तेमाल नहीं करता. എന്തായാലും നമ്മൾ അത് ഉപയോഗിക്കത്തില്ല.
हम लासर का बहन बन जाता है। ചിലപ്പോഴൊക്കെ നാം ലാസറിന്റെ तू സഹോദരിയാകുക. आने दो फिर मैं कुछ करेंगे, ഇനി നീ വന്നേ, നീ വന്നിട്ട് എന്തെങ്കിലും ചെയ്തേ, तुम कुछ करो फिर मैं कुछ करेंगे। നീ എന്തെങ്കിലും ചെയ്യ എന്നിട്ട് ഞാൻ ചെയ്യാം എന്തെങ്കിലും. गिव एंड टेक नहीं है, ഇത് ഞാൻ തരാം നീ എടുക്ക എന്ന് പറയുന്ന പരിപാടിയല്ല. बलवंत हाथ का नीचे അവന്റെ ശക്തിയുള്ള കരങ്ങളുടെ കീഴേ दीन होकर बैठने वालों को സൗമ്യതയോടെ താഴ്മയോടെ ഇരിക്കുന്നവർക്കായി उचित समय पर प्रभु खड़ा करे। ശരിയായ സമയത്ത് ദൈവകരം ചലിക്കും. Are you ready, church? സഭയെ തയ്യാറാണോ? हम मिलकर विश्वास में खड़ा हो जाएंगे। നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. शैतान Thank you, बड़ा Jesus. सरसिया Thank you, खचला Jesus. बा। Thank you, Jesus. प्रार्थना के साथ बने रहे। ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ തുടരാം നമുക്ക്. वो प्रभु बहुत कुछ हमारा जिंदगी में करने जा रहा है। കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. आपका मन में भूलना नहीं ये शब्द। ഈ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഇത് മറക്കരുത്. ഈ ശബ്ദം प्रार्थना करने वाला पराजित नहीं हो सकता। പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല. घुटना टेकने वालों को कभी पराजित नहीं हो सकता। മുഴങ്കാൽ മടക്കുന്നവൻ പരാജയപ്പെടുകയില്ല. एक शब्द बोल के मैं अपना समय समाप्त करना चाहता ഒരു വാക്ക് ഞാൻ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാം. हूं। परमेश्वर का सामने तुम्हारा घुटने टेकने के लिए तैयार है तो കർത്താവിന്റെ സാന്നിധിയിൽ നിങ്ങളുടെ മുഴങ്കാൽ മടക്കുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ पाप में डूबा भरा हुआ दुनिया का सामने तुम्हारा घुटने कभी नहीं टिकेगा। പാപത്താൽ നിറയപ്പെട്ട ഈ ലോകത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ മുഴങ്കാലുകൾ ഒരിക്കലും മടങ്ങുകയില്ല. आपके आंसू कभी बाहर नहीं आएंगे। നിങ്ങൾ ആശ്രയിക്കുന്നവർ പലരും നിങ്ങൾക്ക് വേണ്ടി വരികയില്ല. आपके आंसू दुनिया के सामने नहीं बहेगा। നിങ്ങളുടെ കണ്ണുനീർ ലോകത്തിന്റെ മുമ്പിൽ വീഴുകയില്ല. तैयार है? തയ്യാറാണോ? तैयार है? തയ്യാറാണോ? मिलकर സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ.